ഷോർട്ട് വാൾ ഉണ്ട്. അപ്പോൾ നമുക്ക് 2 ലോങ് വാൾസും ഓക്കെ. അപ്പോൾ ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡ് യൂഷ്വലി അഡോപ്റ്റ് ചെയ്യുന്നതാണ് റെക്ടാങ്കുലർ ടൈപ്പ് ബിൽഡിങ്സിനാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റെക്ടാങ്കുലർ ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ ആ റെക്ടാങ്കുലർ ബിൽഡിങ്ങിന് എന്താണ് 2 ലോങ് വാൾ അല്ലെങ്കിൽ ഒരു റൂം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ലോങ് വാൾ ഉണ്ട്, 2 ഷോർട്ട് വാൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത് ഇതാണ് അതിന്റെ സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ഇൻഡിവിജ്വൽ വാൾ. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ഇൻഡിവിജ്വൽ വാൾ. ഫസ്റ്റ് എടുക്കുന്നത് എന്താണ്? ലെങ്ത് ഓഫ് ലോങ് വാൾ. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് 2 ലോങ് വാൾ ഉണ്ട്. അപ്പോൾ 2 ലോങ് വാൾസ് ആണുള്ളത്. ഞാനിത് വാൾ തിക്നെസ്സും കൂടി വരയ്ക്കാം, അപ്പോഴേ ക്ലിയർ ആവും. ഒരു സിംഗിൾ റൂമിന്റെ പ്ലാനാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ലെങ്ത് ഓഫ് ലോങ് വാളും ലെങ്ത് ഓഫ് ഷോർട്ട് വാളും കണ്ടുപിടിക്കണം. അപ്പോൾ ലെങ്ത് ഓഫ് ലോങ് വാൾ കണ്ടുപിടിക്കാനായിട്ട് സെന്റർ ലൈൻ ഡിസ്റ്റൻസ് ഓഫ് ലോങ് വാൾ പ്ലസ് 1 ബ്രെഡ്ത്ത് ഓഫ് വാൾ. സെന്റർ ലൈൻ ലെങ്ത് ഓഫ് ലോങ് വാൾ. അപ്പോൾ ലോങ് വാളിന്റെ സെന്റർ ലൈൻ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ സെന്റർ ലൈൻ ലെങ്ത് ഓഫ് ലോങ് വാൾ പ്ലസ് 1 ബ്രെഡ്ത്ത്. അപ്പോൾ സെന്റർ ലൈൻ ലെങ്തിന്റെ കൂടെ ഒരു ബ്രെഡ്ത്തും കൂടി ആഡ് ചെയ്യാം. ഇനി അത് കണക്ക് തന്നെ ലെങ്ത് ഓഫ് ഷോർട്ട് വാൾ കണ്ടുപിടിക്കാനായിട്ട് പറയുമ്പോൾ സെന്റർ ലൈൻ ഡിസ്റ്റൻസ് ഓഫ് ഷോർട്ട് വാൾ. സെന്റർ ലൈൻ ഡിസ്റ്റൻസ് ഓഫ് ഷോർട്ട് വാൾ എന്ന് പറഞ്ഞാൽ ഇതാണ്ടേ, ഇപ്പൊ ഞാൻ ഈ വരയ്ക്കുന്നതാണ് സെന്റർ ലൈൻ ഡിസ്റ്റൻസ് ഓഫ് ഷോർട്ട് വാൾ. സെന്റർ ലൈൻ ഡിസ്റ്റൻസ് ഓഫ് ഷോർട്ട് വാൾ മൈനസ് 1 ബ്രെഡ്ത്ത് ചെയ്യുമ്പോൾ ലെങ്ത് ഓഫ് ഷോർട്ട് വാളും കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പിൽ ലെങ്ത് ഓഫ് ഷോർട്ട് വാൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ലെങ്ത് ഓഫ് ലോങ് വാളും ലെങ്ത് ഓഫ് ഷോർട്ട് വാളും കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ബിൽഡിങ്ങിന്റെ ക്വാണ്ടിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം വെച്ച് തന്നെ ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്രം എർത്ത് വർക്ക് ടു ബ്രിക്ക് വർക്ക്. So ഇതാണ് ക്വസ്റ്റ്യൻ. Estimate the quantity for the following items of work. Estimate the quantity for the following items of work. അപ്പോൾ ഏതൊക്കെ ഐറ്റമാ പറയുന്നത്? എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ ഇൻ ഫൗണ്ടേഷൻ, പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ, ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ ഫൗണ്ടേഷൻ ആൻഡ് പ്ലിന്ത്. നെക്സ്റ്റ് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ സൂപ്പർ സ്ട്രക്ചർ. നമുക്ക് തന്നിരിക്കുന്നത് ദാണ്ടെ ഒരു സിംഗിൾ റൂമിന്റെ പ്ലാൻ തന്നിട്ടുണ്ട്. അപ്പോൾ സിംഗിൾ റൂമിന്റെ പ്ലാൻ, ആ റൂമിന്റെ ഇൻസൈഡ് ഡയമെൻഷൻ തന്നിട്ടുണ്ട്. 5 മീറ്റർ ബൈ 4 മീറ്റർ ആണ് ഇൻസൈഡ് ഡയമെൻഷൻ. കണ്ടോ, 5 മീറ്റർ ബൈ 4 മീറ്റർ ആണ് ഇൻസൈഡ് ഡയമെൻഷൻ. അപ്പോൾ നമ്മുടെ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ആദ്യം എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞു തന്നല്ലേ ഉള്ളൂ. ആദ്യം എന്താ കാൽക്കുലേറ്റ് ചെയ്യുക? ആദ്യം എന്താ എഴുതണ്ടേ? കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ഇൻഡിവിജ്വൽ വാൾസ്. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ വാൾസിന്റെ ലെങ്ത് അറിയാം. ഏതാണ്? 4 മീറ്റർ ആണ് ഈ വാളിന്റെ ലെങ്ത്, ഇൻസൈഡ് ലെങ്ത്. ഇതെന്താണ്? 5 മീറ്റർ ആണ് ഈ വാളിന്റെ ഇൻസൈഡ് ലെങ്ത്. ഇനി നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ലെങ്ത് ഓഫ് ലോങ് വാൾ കാൽക്കുലേറ്റ് ചെയ്യണം, ലെങ്ത് ഓഫ് ഷോർട്ട് വാൾ കാൽക്കുലേറ്റ് ചെയ്യണം. ലെങ്ത് ഓഫ് ലോങ് വാളും ലെങ്ത് ഓഫ് ഷോർട്ട് വാളും. അപ്പോൾ ലെങ്ത് ഓഫ് ലോങ് വാൾ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ പറഞ്ഞേ? സെന്റർ ലൈൻ ലെങ്ത് ഓഫ് ലോങ് വാൾ പ്ലസ് 1 ബ്രെഡ്ത്ത്. അപ്പോൾ ഞാൻ വരയ്ക്കുന്നതാണ്. ഇതാണ്ട് ഇതിനകത്ത് ലോങ് വാൾ എന്ന് വെച്ചാൽ 5 മീറ്റർ നീളമുള്ളതാണ് ലോങ് വാൾ. അപ്പോൾ ഇതാ നോക്കിക്കേ, ഇതാണ്ടേ, ഇതാണ് സെന്റർ ലൈൻ ലെങ്ത് ഓഫ് ലോങ് വാൾ. ഈ ലെങ്ത് എത്ര വരും എന്നൊന്ന് പറഞ്ഞേ. സെന്റർ ലൈൻ ലെങ്ത് ഓഫ് ലോങ് വാൾ എത്ര വരും? നോക്കിക്കേ, ഇവിടെ നിന്ന് ഇവിടം വരെ എന്താണ്? 5 മീറ്റർ ആണ് അല്ലെ? 5 മീറ്റർ ആണ്.
പിന്നെ ഇതെന്താണ്? 30യുടെ ഹാഫ്. 30യുടെ ഹാഫ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 15 വരും. അത് കണക്കിന് ഇവിടെയും എന്താണ്? 30യുടെ ഹാഫ് വരും, 15 വരും. അപ്പോൾ എന്താണ്? 5.3 meters. അപ്പോൾ സെന്റർ ലൈൻ ലെങ്ത് ഓഫ് ലോങ് വോൾ എന്ന് പറയുന്നത് സെന്റർ ലൈൻ ലെങ്ത് ഓഫ് ലോങ് വോൾ 5 സെന്റർ ലൈൻ ലെങ്ത് ഓഫ് ലോങ് വോൾ എന്ന് പറയുന്നത് 5.3 meters. ഇനി സെന്റർ ലൈൻ ലെങ്ത് ഓഫ് ഷോർട്ട് വോൾ എത്ര വരും? നമ്മുടെ ഷോർട്ട് വോളിന്റെ ലെങ്ത് എന്ന് വെച്ചാൽ ഷോർട്ട് വോൾ എത്രയാണ്? 4 meter ആണ്. സെന്റർ ലൈൻ ലെങ്ത് എന്ന് പറയുമ്പോൾ 4.3 വരും. 4.3 എഴുതാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, അതാണ് 4.3. ഇനി നമ്മുടെ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ലെങ്ത് ഓഫ് ലോങ് വോളും ലെങ്ത് ഓഫ് ഷോർട്ട് വോളും കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലെങ്ത് ഓഫ് ലോങ് വോൾ കണ്ടുപിടിക്കാൻ എന്താണ്? സെന്റർ ലൈൻ ലെങ്ത് ഓഫ് ലോങ് വോൾ പ്ലസ് 1 ബ്രെഡ്. അപ്പൊ എന്ത് വരും? ലെങ്ത് ഓഫ് ലോങ് വോൾ എന്ത് വരും എന്ന് പറഞ്ഞേ? ലെങ്ത് ഓഫ് ലോങ് വോൾ സെന്റർ ലൈൻ ലെങ്ത് ഓഫ് ലോങ് വോൾ പ്ലസ് 1 ബ്രെഡ്. ബ്രെഡ് എത്രയായിരുന്നു? 30 centimeter ആയിരുന്നു. പറഞ്ഞോ, ആൻസർ പറഞ്ഞോ. ലെങ്ത് ഓഫ് ലോങ് വോൾ. അപ്പോൾ ഇതാണ് ലെങ്ത് ഓഫ് ലോങ് വോൾ എന്ന് വെച്ചാൽ സെന്റർ ലൈൻ ലെങ്ത് ഓഫ് ലോങ് വോൾ പ്ലസ് 1 ബ്രെഡ്. അപ്പൊ 0.3. അപ്പൊ എത്ര വന്നു? 5.6. നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? 5.6 ആൻസേഴ്സ് പറയുന്നുണ്ട്. 5.6 meters. ഇനി ലെങ്ത് ഓഫ് ഷോർട്ട് വോൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്? ലെങ്ത് ഓഫ് ഷോർട്ട് വോൾ എന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്? സെന്റർ ലൈൻ ഡിസ്റ്റൻസ് ഓഫ് ഷോർട്ട് വോൾ മൈനസ് 1 ബ്രെഡ്. സെന്റർ ലൈൻ ഡിസ്റ്റൻസ് ഓഫ് ഷോർട്ട് വോൾ മൈനസ് 1 ബ്രെഡ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യന്റെ ലെങ്ത് ഓഫ് ഷോർട്ട് വോൾ എത്ര വന്നു? 4. 4.3 മൈനസ് 0.3 എത്ര വന്നു? 4 വന്നു. അപ്പോൾ നമ്മുടെ ലോങ് വോളിന്റെയും ഷോർട്ട് വോളിന്റെയും ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലെങ്ത് ഓഫ് ലോങ് വോളും ലെങ്ത് ഓഫ് ഷോർട്ട് വോളും കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് ക്വസ്റ്റ്യനകത്ത് എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നൊന്നും കൂടി കാണിച്ചു തരാം. ക്വസ്റ്റ്യനകത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എർത്ത് വർക്ക് എക്സ്കവേഷന് എത്ര ക്വാണ്ടിറ്റി വേണം, പ്ലെയിൻ സിമെന്റ് ഇൻ ഫൗണ്ടേഷൻ എത്ര ക്വാണ്ടിറ്റി വേണം, ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ ഫൗണ്ടേഷന് ക്വാണ്ടിറ്റി എത്ര വേണം, ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ സൂപ്പർ സ്ട്രക്ചറിന് എത്ര ക്വാണ്ടിറ്റി വേണം. അപ്പോൾ നമുക്ക് ഗീവൺ ക്വസ്റ്റ്യന്റെ പ്ലാൻ മാത്രമല്ല തന്നിരുന്നത്, അതുകൊണ്ട് ഇതിനൊരു സെക്ഷനും തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എർത്ത് വർക്ക് എക്സ്കവേഷൻ ഇൻ ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ നമ്മൾ എന്തുമാത്രം സോയിൽ റിമൂവ് ചെയ്യണം നമ്മുടെ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ ഇൻ ഫൗണ്ടേഷൻ ആണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 2 ലോങ് വോൾ ഉണ്ട്, 2 ഷോർട്ട് വോൾ ഉണ്ട്. ലോങ് വോളിന്റെ ലെങ്തും ഷോർട്ട് വോളിന്റെ ലെങ്തും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തോണ്ടേ. സെന്റർ ലൈൻ ലെങ്ത് ഓഫ് ലോങ് വോൾ, സെന്റർ ലൈൻ ലെങ്ത് ഓഫ് ഷോർട്ട് വോൾ എന്ന് ലെങ്ത് ഓഫ് ലോങ് വോളും ലെങ്ത് ഓഫ് ഷോർട്ട് വോളും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഫസ്റ്റ് ഐറ്റം എർത്ത് വർക്ക് എക്സ്കവേഷൻ ഫൗണ്ടേഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനകത്ത്. ഇത് ഗീവൺ ആണ്. എന്താണ്? സെക്ഷണൽ വ്യൂ. അപ്പോൾ എർത്ത് വർക്ക് എക്സ്കവേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ്? ഗ്രൗണ്ട് ലെവലിന്റെ ബിലോ ഉള്ള പോർഷൻ. അപ്പോൾ ഇവിടെ എന്താണ്? സ്റ്റെപ്ഡ് ഫൂട്ടിംഗ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സോയിൽ റിമൂവ് ചെയ്യുമ്പോൾ എന്താണ്? ഇവിടെ ബേസ് 90 ഇത്രയും ബ്രെഡ്ത്തിൽ റിമൂവ് ചെയ്യണം. ഹൈറ്റ് എടുക്കുമ്പോൾ എന്താണ്ട് ഇത്രയും ഹൈറ്റിൽ റിമൂവ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഹൈറ്റ് ഓഫ് എക്സ്കവേഷൻ, ഇതാണ് ബ്രെഡ്ത്ത് ഓഫ് എക്സ്കവേഷൻ. ഹൈറ്റ് ഓഫ് എക്സ്കവേഷൻ, ബ്രെഡ്ത്ത് ഓഫ് എക്സ്കവേഷൻ. ഇനി എന്താണ്? ഇങ്ങനെ സ്റ്റെപ്പായിട്ട് എക്സ്കവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ടോട്ടൽ ബ്രെഡ്ത്ത് ഓഫ് എക്സ്കവേഷൻ, ഏറ്റവും ബേസിന്റെ ബ്രെഡ്ത്ത് എത്രയാണോ അതാണ് ബ്രെഡ്ത്ത് ഓഫ് എക്സ്കവേഷൻ ആയിട്ട് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ബ്രെഡ്ത്ത് ഓഫ് എർത്ത് വർക്ക് എക്സ്കവേഷൻ ഇൻ ഫൗണ്ടേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. പിന്നെ ഗ്രൗണ്ട് ലെവലിന് താഴത്തേക്കുള്ള ഹൈറ്റ് ആണ് എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ഹൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ,
ഇനി നമുക്ക് എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സെന്റർ ലൈൻ ലെങ്ത് ഓഫ് ലോങ് വോൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു 5.3. അതേ കണക്ക് തന്നെ സെന്റർ ലൈൻ ലെങ്ത് ഓഫ് ഷോർട്ട് വോൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു 4.3. അപ്പോൾ ഇത് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മളൊരു ടാബ്ലർ കോളം വരയ്ക്കും. ഈ ടാബ്ലർ കോളത്തിന്റെ പേരെന്താന്ന് ഓർക്കുന്നുണ്ടോ? നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചതാണ്. ഫസ്റ്റ് മോഡ്യൂളിൽ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിനകത്ത് നമുക്ക് 2 ടൈപ്പ് ഓഫ് ടാബ്ലർ കോളംസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഏതൊക്കെയായിരുന്നു 2 ടൈപ്പ് ടാബ്ലർ കോളം ഉണ്ടെന്ന് പറഞ്ഞത്? അതിനകത്ത് ഫസ്റ്റ് ടാബ്ലർ കോളമാണിത്. മെഷർമെന്റ് ഫോം. അപ്പോ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം വരയ്ക്കുന്നത് മെഷർമെന്റ് ഫോം ആണ് ആദ്യം വരയ്ക്കുന്നത്. മെഷർമെന്റ് ഫോം. അപ്പോൾ സീരിയൽ നമ്പർ, ഐറ്റം ഡിസ്ക്രിപ്ഷൻ, നമ്പർ, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ക്വാണ്ടിറ്റി ആൻഡ് റിമാർക്സ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം എർത്ത് വർക്ക് എക്സ്കവേഷൻ. അപ്പോൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ എടുക്കാൻ നേരത്ത് നമുക്ക് ലോങ് വോളും ഉണ്ട്, ഷോർട്ട് വോളും ഉണ്ട്. അപ്പോൾ 2 ലോങ് വോളും ഉണ്ട്, 2 ഷോർട്ട് വോളും ഉണ്ട്. 2 ലോങ് വോളും 2 ഷോർട്ട് വോളും ഉണ്ട്. നമുക്ക് ലെങ്ത് ഓഫ് എക്സ്കവേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓൾറെഡി സെന്റർ ലൈൻ ലെങ്ത് ഓഫ് ലോങ് വോൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇതിന്റെ കൂടെ നമ്മൾ എടുക്കേണ്ടത് എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ബ്രെഡ്ത്ത് ആഡ് ചെയ്യണം. നമ്മൾ ഏത് ഐറ്റം ആണോ എടുക്കുന്നത് ആ ഐറ്റത്തിന്റെ ബ്രെഡ്ത്ത് വേണം സെന്റർ ലൈൻ ലെങ്തുമായിട്ട് ആഡ് ചെയ്യാൻ. അപ്പൊ ലോങ് വോൾ ആകുമ്പോൾ 5.3 പ്ലസ് 0.9 എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ബ്രെഡ്ത്ത് എത്ര എടുത്തത്? 90 സെന്റിമീറ്റേഴ്സ്. 90 സെന്റിമീറ്റേഴ്സ് ആണ് എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ബ്രെഡ്ത്ത് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ സെന്റർ ലൈൻ ലെങ്ത് ഓഫ് ലോങ് വോൾ പ്ലസ് 0.9 ആണ് എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ലോങ് വോളിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. 5.3 പ്ലസ് 0.9 ദാറ്റ് ഈസ് ഈക്വൽ ടു 6.2. ഇനി ഷോർട്ട് വോളിന്റെ പറയുമ്പോൾ എന്താ പറയാ? ഷോർട്ട് വോളിന്റെ ലെങ്ത് എന്താ? സെന്റർ ലൈൻ ലെങ്ത് ഓഫ് ഷോർട്ട് വോൾ 4.3 മൈനസ് 0.9. 0.9 എന്ന് വെച്ചാൽ നമ്മുടെ റിക്വയർഡ് ക്വാണ്ടിറ്റിയുടെ ബ്രെഡ്ത്ത്. അപ്പൊ കിട്ടുന്ന ആൻസർ ആണ് 3.4. ഇനി ഹൈറ്റ് ഓഫ് ഗ്രൗണ്ട് ലെവലിന് ബിലോ ഉള്ള ഹൈറ്റ് 30 പ്ലസ് 30 പ്ലസ് 30. 30, 30, 60, 30, 90. അപ്പൊ 30 പ്ലസ് 30 പ്ലസ് 90, 30 പ്ലസ് 30 പ്ലസ് 30, 90 സെന്റിമീറ്റർ ആണ് ഹൈറ്റ്. ഇനി ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് 2 ലോങ് വോൾ ഉണ്ട്. അപ്പൊ 2 ഇൻറ്റു 6.2 ഇൻറ്റു 0.9 ഇൻറ്റു 0.9. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 10.04 മീറ്റർ ക്യൂബ്. ഇതാണ് ലോങ് വോളിന്റെ എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ക്വാണ്ടിറ്റി. ഇനി ഷോർട്ട് വോളിന്റെ എടുക്കുമ്പോൾ 2 ഇൻറ്റു 3.4 ഇൻറ്റു 0.9 ഇൻറ്റു 0.9 ദാറ്റ് ഈസ് ഈക്വൽ ടു 5.508 മീറ്റർ ക്യൂബ്. ഈ ടോട്ടൽ ക്വാണ്ടിറ്റി കിട്ടാനായിട്ട് 15.55 മീറ്റർ ക്യൂബ് ആണ് രണ്ടും കൂടി ആഡ് ചെയ്തത് കിട്ടുന്ന ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്ക് എക്സ്കവേഷൻ. ഇത്രയും പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. പറഞ്ഞത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പറഞ്ഞത് ക്ലിയർ ആകാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിലോ ചോദിച്ചേ. മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് സംസാരിച്ചാൽ നല്ലതായിരിക്കും. മെസ്സേജ് പെട്ടെന്ന് കാണാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനകത്ത് ഒരു പ്ലാനും സെക്ഷനും തരും. നമുക്ക് ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും അതിനകത്ത് പ്ലാനും സെക്ഷനും നമുക്ക് ക്വസ്റ്റ്യനിൽ ഗീവൺ ആയിരിക്കും. അപ്പൊ ഈ ക്വസ്റ്റ്യനകത്ത് ഒരു സിംഗിൾ റൂമിന്റെ പ്ലാനാണ് തന്നിരുന്നത്. ഇൻസൈഡ് ഡയമെൻഷൻ 5 മീറ്റർ ബൈ 4 മീറ്റർ. അത് കണക്ക് സെക്ഷനും തന്നിട്ടുണ്ട്. അപ്പോൾ സെക്ഷനകത്ത് നമുക്ക് ഗ്രൗണ്ട് ലെവലിന് ബിലോ എന്തുണ്ട്? 2 ഫോട്ടിങ്സ് ഉണ്ട്, പിന്നെ ഒരു പ്ലിന്ത് ലെവലുണ്ട്, പിന്നെ അതിന്റെ മുകളിൽ ഒരു ബ്രിക്ക് വർക്കിന്റെ തിക്നെസ് 30, റൂമിന്റെ ഹൈറ്റ് 3.5 മീറ്റർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്തത് എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ക്വാണ്ടിറ്റി ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ ലോങ് വോൾ ഷോർട്ട് വോൾ മെത്തേഡിൽ നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് ആദ്യമേ എടുക്കുന്നത് ഇതിന്റെ സെന്റർ ലൈൻ ഡിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഒരു റൂമാണ് തന്നിരിക്കുന്നത്. അപ്പൊ 2 സെന്റർ ലൈൻസ് ഉണ്ട്. ഒരു ലോങ് വോളിന്റെ സെന്റർ ലൈൻ ഉണ്ട്, ഷോർട്ട് വോളിന്റെ സെന്റർ ലൈൻ ഉണ്ട്. ലോങ് വോളിന്റെ സെന്റർ ലൈൻ 5.3യും ഷോർട്ട് വോളിന്റെ സെന്റർ ലൈൻ 4.3യും ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് അതിന്റെ ഓരോ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമുക്കിപ്പോൾ ആദ്യം എടുക്കുന്നത് എർത്ത് വർക്ക് എക്സ്കവേഷൻ ആണ് എടുക്കുന്നത്.
അപ്പോൾ എർത്ത് വർക്ക് എക്സ്കവേഷനകത്ത് നമുക്ക് എന്തുണ്ട്, ലെങ്ത് ഓഫ് ലോങ് വോൾ കണ്ടുപിടിക്കണം. അപ്പോൾ ലെങ്ത് ഓഫ് ലോങ് വോൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സെന്റർ ലൈൻ ലെങ്ത് കണ്ടുപിടിച്ച് എത്രയായിരുന്നു, 5.3 ആയിരുന്നു. ആ 5.3യുടെ കൂടെ നമ്മൾ ഏത് ഐറ്റം ആണോ എടുക്കുന്നത് അതിന്റെ ബ്രെഡ്ത്ത് ആഡ് ചെയ്യുക. അപ്പോൾ 5.3 + 0.9. അതിന് ഷോർട്ട് വോൾ എടുക്കുമ്പോൾ നമ്മൾ സെന്റർ ലൈൻ ലെങ്ത് ഓഫ് ഷോർട്ട് വോൾ എത്രയാണോ കിട്ടിയത് അതിന്റെ കൂടെ നമ്മൾ എടുക്കുന്ന ഐറ്റത്തിന്റെ ബ്രെഡ്ത്ത് സബ്സ്ട്രാക്ട് ചെയ്യുക. അതാണ് 4.3 - 0.9 ചെയ്തിരിക്കുന്നത്. ഇനി ബ്രെഡ്ത്തും ഹൈറ്റും നമ്മൾ ദാണ്ടെ ഈ സെക്ഷണൽ പ്ലാൻ നോക്കി മാർക്ക് ചെയ്തു. ബ്രെഡ്ത്ത് 90, ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് ലെവലിന് ബിലോ ഉള്ള ഹൈറ്റ് ആണ് നമ്മൾ എർത്ത് വർക്ക് എക്സ്കവേഷന് എടുക്കേണ്ടത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ 4th മൊഡ്യൂള്. നമുക്കത് ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമല്ല, നാളെ നിങ്ങൾക്കൊരു വർക്ക് ചെയ്യാൻ കിട്ടിയാൽ അതിന്റെ എന്തുമാത്രം സോയിൽ റിമൂവ് ചെയ്യണം, എന്തുമാത്രം കോൺക്രീറ്റ് വേണം എന്നൊക്കെ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. എന്തെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? മനസ്സിലായിട്ടുണ്ടെങ്കിലോ മനസ്സിലായില്ലെങ്കിലോ എന്താന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. വെറുതെ പറയരുത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ആദ്യം ഒരു സിംഗിൾ റൂമേ ഉള്ളൂ, ഇനി നമുക്ക് 2 റൂം വരും, 3 റൂം വരും, പിന്നെ റൂമും വരാന്തയും ഒക്കെ വരും. അപ്പൊ അതുകൊണ്ട് അതാണ് ഞാൻ ഓരോ സ്റ്റെപ്പും പറഞ്ഞിട്ട് ചോദിക്കുന്നത്. ഏതെങ്കിലും ഒരു സാധനം ക്ലിയർ ആയില്ലെങ്കിൽ പിന്നെ മൊത്തം മനസ്സിലാകാണ്ട് പോകും. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് ഞാനും വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുകയാണ്. ക്വസ്റ്റ്യനകത്ത് രണ്ടാമത്തെ ഐറ്റം PCC ഇൻ ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ എന്താ? PCC ഇൻ ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ എന്താ? ഫുൾ ഫോം പറഞ്ഞാലും മതി. PCC ഇൻ ഫൗണ്ടേഷൻ. Plain cement concrete in foundation. ഓക്കെ, ഇനി നിങ്ങൾ ഈ പ്ലാൻ നോക്കിയിട്ട് പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റിന്റെ ബ്രെഡ്ത്തും ഹൈറ്റും എന്ന് പറഞ്ഞേ. പ്ലാൻ അല്ല, സെക്ഷൻ നോക്കിയിട്ട്. സെക്ഷൻ നോക്കിയിട്ട് പ്ലെയിൻ സിമെന്റിന്റെ ബ്രെഡ്ത്തും ഹൈറ്റും എന്ന് പറഞ്ഞേ. 90 and 30. 90 എന്താണ്, 30 എന്താണെന്ന് കൂടെ ഒന്ന് പറഞ്ഞോ. 30 height. 30 ഹൈറ്റും 90 breadth. ഇതാണ്ട് കണ്ടോ, ഇതാണ് പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ്. 30 സെന്റിമീറ്റർ ഇതിന്റെ ഹൈറ്റും 90 സെന്റിമീറ്റർ ഇതിന്റെ ബ്രെഡ്ത്തും. അപ്പൊ നമ്മൾ നേരത്തെ പോലെ തന്നെ എന്ത് ചെയ്യണം, എന്താണ് ലോങ് വോളും ഉണ്ട് ഷോർട്ട് വോളും ഉണ്ട്. പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ഫൗണ്ടേഷൻ ലോങ് വോളിലും കണ്ടുപിടിക്കണം, ഷോർട്ട് വോളിലും കണ്ടുപിടിക്കണം. കണ്ടോ, പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ഫൗണ്ടേഷൻ നമുക്ക് 2 നമ്പർ ഓഫ് ലോങ് വോളും 2 നമ്പർ ഓഫ് ഷോർട്ട് വോളും ഉണ്ട്. ബ്രെഡ്ത്ത് 0.9, ഹൈറ്റ് 0.3. ലോങ് വോളിന്റെയും ഷോർട്ട് വോളിന്റെയും സെയിം തന്നെയാണ്. ഇനി നമുക്ക് എന്താണ് ലെങ്ത് കണ്ടുപിടിച്ചു. എങ്ങനെയാ ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് നിങ്ങളുടെ അടുത്ത്? ലെങ്ത് ഓഫ് ലോങ് വോൾ ആണെങ്കിൽ പറഞ്ഞോ, എങ്ങനെയാ ലെങ്ത് ഓഫ് ലോങ് വോൾ കണ്ടുപിടിക്കുന്നത്? സെന്റർ ലൈൻ ലെങ്ത് ഓഫ് ലോങ് വോൾ അത് എത്രയാണ് കിട്ടിയത് നമുക്ക്? സെന്റർ ലൈൻ ലെങ്ത് ഓഫ് ലോങ് വോൾ 5.3. അപ്പൊ 5.3യുടെ കൂടെ എന്ത് ആഡ് ചെയ്യണം നമുക്ക് ലെങ്ത് ഓഫ് ലോങ് വോൾ കിട്ടാൻ? 1 ബ്രെഡ്ത്ത്. നമുക്ക് നമ്മുടെ ക്വാണ്ടിറ്റിയുടെ ബ്രെഡ്ത്ത് എത്രയാണ്? 5.3. നമ്മുടെ ക്വാണ്ടിറ്റിയുടെ ബ്രെഡ്ത്ത് എത്രയാണ്? 0.9. അപ്പൊ 5.3 പ്ലസ് 0 വരുന്നില്ലയോ? 0.9. ഓക്കെ, ഇനി ലെങ്ത് ഓഫ് ഷോർട്ട് വോൾ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞേ. ലെങ്ത് ഓഫ് ഷോർട്ട് വോൾ പറ. Center line of short wall minus 1 breadth. സെന്റർ ലൈൻ ഓഫ് ഷോർട്ട് വോൾ എത്ര കിട്ടിയേ? 4.3 മൈനസ് നമ്മുടെ ബ്രെഡ്ത്ത് എത്രയാണ്? ഈ ഐറ്റത്തിന്റെ ബ്രെഡ്ത്ത് 0.9. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇസ് ഈക്വൽ ടു 3.4 കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് കോളം എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി ആണ്. ഈ ക്വാണ്ടിറ്റി കിട്ടാൻ എന്ത് ചെയ്യണ്ടേ? നമ്പർ, എത്ര നമ്പർ ഓഫ് ലോങ് വോൾ? 2 നമ്പർ ഓഫ് ലോങ് വോൾ.
അപ്പൊ 2 ഇൻറ്റു 6.2 ഇൻറ്റു 0.9 ഇൻറ്റു 0.3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3.348 മീറ്റർ ക്യൂബ്. യൂണിറ്റ് എഴുതണം, യൂണിറ്റ് എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല. ഇനി ഷോർട്ട് വോൾ ആകുമ്പോൾ രണ്ട് നമ്പർ ഓഫ് ഷോർട്ട് വോൾസ് ഉണ്ട്. 2 ഇൻറ്റു 3.4 ഇൻറ്റു 0.9 ഇൻറ്റു 0.3 ഇൻറ്റു 1 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.836 മീറ്റർ ക്യൂബ്. ഇനി എന്താണ്, ലോങ് വോളിന്റെയും ഷോർട്ട് വോളിന്റെയും ക്വാണ്ടിറ്റി തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് PCC ഇൻ ഫൗണ്ടേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് 5.184 മീറ്റർ ക്യൂബ്സ് എന്ന് പറയുന്നത്. 5.184 മീറ്റർ ക്യൂബ്. ഓക്കെ, ക്ലിയർ ആയോ? PCC ഇൻ ഫൗണ്ടേഷൻ കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ ഫൗണ്ടേഷൻ ആൻഡ് പ്ലിന്ത്. ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ ഫൗണ്ടേഷൻ ആൻഡ് പ്ലിന്ത്. അപ്പോൾ എത്ര ഐറ്റം വരും ഇവിടെ? ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ ഫൗണ്ടേഷൻ ആൻഡ് പ്ലിന്ത് എന്ന് പറയുമ്പോൾ എന്താണ്ട് ഫിഗർ കാണിച്ചിട്ടുണ്ടല്ലോ. ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ ഫൗണ്ടേഷൻ ആൻഡ് പ്ലിന്ത്. എത്ര സാധനങ്ങൾ കണ്ടുപിടിക്കണം? അപ്പോ ഇതാണ്ടേ ഇത് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫൂട്ടിങ്. ഫസ്റ്റ് ഫൂട്ടിങ് ഇതാണ്ടേ, ഇത് എന്ത് ഫൂട്ടിങ്ങാ? സെക്കൻഡ് ഫൂട്ടിങ്. സെക്കൻഡ്. പിന്നെ ഇത് പ്ലിന്ത്. കണ്ടോ? അപ്പൊ 3 ഐറ്റംസ് ഉണ്ട്. നമുക്ക് തേർഡ് ക്വസ്റ്റിനകത്ത് 3 ഐറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യണം. ബിക്കോസ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ ഫൗണ്ടേഷൻ ആൻഡ് പ്ലിന്ത്. നമുക്കിവിടെ സ്റ്റെപ്ഡ് ഫൂട്ടിംഗ് ആണ്. സ്റ്റെപ്ഡ് ഫൂട്ടിംഗിൽ ഏറ്റവും ബേസിൽ മാത്രമേ കോൺക്രീറ്റ് കൊടുത്തിട്ടുള്ളൂ. കോൺക്രീറ്റ് ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെന്താണുള്ളത്? ഫസ്റ്റ് ഫൂട്ടിംഗ്, സെക്കൻഡ് ഫൂട്ടിംഗ് ആൻഡ് പ്ലിന്ത് ലെവൽ. അപ്പൊ ഇത് മൂന്നിന്റെയും ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഇത് മൂന്നിന്റെയും ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ വേണ്ടത്? ലോങ് വോളിന്റെയും ഷോർട്ട് വോളിന്റെയും ലെങ്ത് വേണം. ബ്രെഡ്ത്തും ഡെപ്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്തും ഹൈറ്റും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് എഴുതാം അല്ലെ? ഫസ്റ്റ് ഫൂട്ടിങ്ങിന്റെ ബ്രെഡ്ത്തും ഹൈറ്റും എന്ന് പറഞ്ഞേ. ഫസ്റ്റ് ഫൂട്ടിങ് 60, ബ്രെഡ്ത്തും ഹൈറ്റ് 30. സെക്കൻഡ് ഫൂട്ടിങ്ങിന്റെ ബ്രെഡ്ത്ത് 50, height 30. അത് കണക്കിന് പ്ലിന്തിന്റെ ബ്രെഡ്ത്തും ഡെപ്തും 40, height 60. 40 ആൻഡ് ഹൈറ്റ് 60. ഇനി ഇതിന്റെ എല്ലാം എന്താണ് ലെങ്ത് കണ്ടുപിടിക്കണം. ലോങ് വോളിന്റെയും ഷോർട്ട് വോളിന്റെയും ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പൊ ഫസ്റ്റ് നമ്മൾ 60 സെന്റിമീറ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് ഫൂട്ടിങ് എടുക്കുവാണ്. ഫസ്റ്റ് ഫൂട്ടിങ്ങിന്റെ ലെങ്ത് ഓഫ് ഫൗണ്ടേഷൻ, ലോങ് വോളിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പോവാണ്. ഫസ്റ്റ് ഫൂട്ടിങ്, ഒരു സെക്കൻഡ്. ഫസ്റ്റ് ഫൂട്ടിങ്ങിന്റെ ലോങ് വോൾ എത്ര വരും എന്ന് പറഞ്ഞേ? ഫസ്റ്റ് ഇവിടെ 60 സെന്റിമീറ്റർ ബ്രെഡ്ത്തിന്റെ ലോങ് വോൾ. ലോങ് വോളിന്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ലോങ് വോളിന്റെ സെന്റർ ലൈൻ ഓഫ് ലോങ് വോൾ എന്ന് പറയുമ്പോൾ എത്ര കിട്ടിയത് നമുക്ക്? 5.3 ആണ് സെന്റർ ലൈൻ ഓഫ് ലോങ് വോൾ കിട്ടിയത്. പ്ലസ് ഇനി ബ്രെഡ്ത്ത് എടുക്കുന്ന ഏതാ എടുക്കണ്ടേ? ഫസ്റ്റ് ഫൂട്ടിങ് നമ്മൾ ചെയ്യുന്നത് 0.6 is equal to, അപ്പൊ എത്ര വരും? 5.9 meters. 5.9 meters. ഓക്കെ, ഇനി അടുത്ത സെക്കൻഡ് ഫൂട്ടിങ് നോക്കാം. സെക്കൻഡ് ഫൂട്ടിങ്ങിന്റെ ലോങ് വോൾ എത്ര വരും എന്ന് പറഞ്ഞേ? 5.3 plus 0.5 5.3 plus 0.5 plus 0.5. So that is equal to എത്ര വന്നു? 5.3 plus 5.8 meters. ഇനി അടുത്തത് ലെങ്ത് ഓഫ് ലോങ് വോൾ ഫോർ പ്ലിന്ത്. Plinth is equal to length of long wall 5.3. Plinth in the breadth 0.4. 0.4. Petra vannu 5.7. 5.7 meters. അപ്പോൾ നമുക്ക്
മൂന്ന് ഫോട്ടിങ്സിന്റെയും രണ്ട് ഫസ്റ്റ് ഫോട്ടിങ്, സെക്കൻഡ് ഫോട്ടിങ് ആൻഡ് പ്ലിന്ത് ലെവലിന്റെ ലോങ് വോളിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യും. ഇനി അടുത്ത ഷോർട്ട് വോളിന്റെ ലെങ്ത് ഫസ്റ്റ് ഫോട്ടിങ് എത്ര വരും? 4.3 minus 0.6. 4.3 മൈനസ് 0.6 എന്താണ്? ലെങ്ത് ഓഫ് ലോങ് വോൾ മൈനസ് 1 ബ്രെഡ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഫൂട്ടിങ്ങിന്റെ ബ്രെഡ് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 60 സെന്റിമീറ്റർ ആണ്. അപ്പൊ എന്താ ആൻസർ വരുന്നത്? 4.3 മൈനസ് 6 മൈനസ് 0.6 3.7 meters. ഇനി സെക്കൻഡ് ഫൂട്ടിങ്, ഷോർട്ട് വോളിന്റെ സെക്കൻഡ് ഫൂട്ടിങ്. ഷോർട്ട് വോളിന്റെ ലെങ്ത് എത്രയാ? 4.3 minus 4. മൈനസ് ബ്രെഡ്ത്ത് 0.5 is equal to 3.8. 3.8 meters. And next എന്താണ്? ലെങ്ത് ഓഫ് ഷോർട്ട് വാൾ ഓഫ് പ്ലിന്ത് എത്ര വന്നു? 0.3 മൈനസ് ബ്രെഡ്ത്ത് ഓഫ് പ്ലിന്ത് 0.4 എത്ര വരും? 3.9. 3.9 meters. ഓക്കെ, അപ്പോൾ ഇത്രയും വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ബാക്കി വാല്യൂസ് എന്തുണ്ട്? ഈ പ്ലാനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ലോങ് വോൾ ഫസ്റ്റ് ഫൂട്ടിങ്ങിന്റെ ബ്രെഡ്ത്ത് 60, ഹൈറ്റ് 30. സെക്കൻഡ് ഫൂട്ടിങ്ങിന്റെ ബ്രെഡ്ത്ത് 50, ഹൈറ്റ് 30. പ്ലിന്തിന്റെ ബ്രെഡ്ത്ത് 40, ഹൈറ്റ് 60. ഇനി നമ്മൾ ഈ വാല്യൂസ് എല്ലാം എന്താണ്? നമ്മുടെ മെഷർമെന്റ് ഫോമിലേക്ക് എഴുതുകയാണ്. മെഷർമെന്റ് ഫോം ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ ഫൗണ്ടേഷൻ ആൻഡ് പ്ലിന്ത് ലോങ് വോൾ ഫസ്റ്റ് ഫൂട്ടിങ്. എത്ര നമ്പർ ഓഫ് ഉണ്ട്? ഫസ്റ്റ് ലോങ് വോൾ 2 നമ്പർ ഉണ്ട്. അതുകൊണ്ടാണ് ഈ 2 ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത്. ഫൂട്ടിങ് 2, സെക്കൻഡ് ഫൂട്ടിങ് 2, പ്ലിന്ത് 2. അപ്പൊ ലോങ് വോളിന് കിട്ടിയ വാല്യൂസ് എന്താണ്? 5.9, ബ്രെഡ്ത്ത് 0.6, ഹൈറ്റ് 0.3. 5.9 2 into 5.9 into 0.6 into 0.3 ആണ് 2.124. ഈ സെക്കൻഡ് ഫൂട്ടിങ് എത്ര നമ്പർ ഓഫ് ഫൂട്ടിങ് ഉണ്ട്? ലോങ് വോൾ 2 ഉണ്ട്. അതാണ് 2 കൊടുത്തിരിക്കുന്നത്. 2 into 5.8 into 0.5 into 0.3 ചെയ്യുമ്പോൾ 1.74 meter cube. ഈ പ്ലിന്ത് എന്ന് പറയുമ്പോൾ 2 നമ്പർ ഉണ്ട്, ലോങ് വോൾ 2 ഉള്ളതുകൊണ്ട് 2 into 5.7 into 0.4 into 0.6. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2.736. ഇനി ഇതേ കണക്ക് തന്നെ നമ്മൾ ഷോർട്ട് വോളിന് കിട്ടിയ ക്വാണ്ടിറ്റീസ് എഴുതുക. ഷോർട്ട് വോളിന് എന്താണ്? ഫസ്റ്റ് ഫൂട്ടിങ്, സെക്കൻഡ് ഫൂട്ടിങ് ആൻഡ് പ്ലിന്ത് എല്ലാം 2 നമ്പേഴ്സ് ഓഫ് ഷോർട്ട് വോൾ ഉണ്ട്. ഇനി എന്താണ്? ഷോർട്ട് വോളിന്റെ ലെങ്ത് ആണ്. ഫസ്റ്റ് ഫൂട്ടിങ്ങിന്റെ ലെങ്ത് 3.7, സെക്കൻഡ് ഫൂട്ടിങ്ങിന് കിട്ടിയ വാല്യൂ 3.8 ആയിരുന്നു, പ്ലിന്തിന് കിട്ടിയത് 3.9. ബ്രെഡ്ത്തും ഡെപ്തും, ബ്രെഡ്ത്തും ഹൈറ്റും 0.6, 0.3, 0.5, 0.3, 0.4 ആൻഡ് 0.6. ഇനി ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ ആണ് ഈ എഴുതിയിരിക്കുന്നത്. ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ എന്താണ്? നമ്പർ എത്രയാണ്? 2 നമ്പേഴ്സ്. 2 into 3.7 into 0.6 into 0.3 is equal to 1.332. ഈ സെക്കൻഡ് ഫൂട്ടിങ് ആകുമ്പോൾ 2 into 3.8 into 0.5 into 0.3 ചെയ്യുമ്പോൾ 1.14 meter. ഇനി പ്ലിന്ത് ലെവൽ ആകുമ്പോൾ 2 into 3.9 into 0.4 into 0.6 1.872. ഇനി നമ്മൾ എന്താണ്? ഈ ക്വാണ്ടിറ്റീസ് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി കിട്ടും 10.944 meter cube ആണ് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ ഫൗണ്ടേഷൻ ആൻഡ് പ്ലിന്ത്. ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ ഫൗണ്ടേഷൻ ആൻഡ് പ്ലിന്ത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നിയവർ ചോദിക്കേ? എന്തെങ്കിലും ഡൗട്ട്സ് തോന്നിയവർ ചെയ്തതിനകത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏതെങ്കിലും ഐറ്റത്തിൽ ഡൗട്ട്സ് തോന്നിയിട്ടുണ്ടോ? അതോ ഇത് ക്ലിയർ ആയോ? എങ്ങനെയാണ് നമ്മൾ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്തതെന്നോ? പിന്നെ ഒരു കാര്യം ഓർത്തിരിക്കണം, നമ്മൾ ഈ ടാബുലർ കോളം വരയ്ക്കുന്നതിന് തന്നെ യൂണിവേഴ്സിറ്റി എക്സാമിന് മാർക്കുണ്ട്. അപ്പോൾ നീറ്റ് ടാബുലർ കോളം വരയ്ക്കുന്നത് തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്കും കിട്ടത്തില്ല, അതും കൂടെ ഓർത്തോണം. അപ്പോൾ ടാബുലർ കോളം അതായത് മെഷർമെന്റ് ഫോം കറക്റ്റ് ആയിട്ട് വരയ്ക്കുന്നതിന് മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ,
ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞത്? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നിയെങ്കിൽ ചോദിച്ചേ. എന്ന് വെച്ചാൽ നമുക്കിപ്പം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അത് പാടാണ് ഇത് പഠിക്കാനായിട്ട്. എല്ലാവരും മനസ്സിലായെന്ന് പറയുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ റെക്കോർഡഡ് ക്ലാസ് കേട്ട് നോക്കുക, കേട്ട് അത് മനസ്സിലാക്കുക. അതായത് സംശയം തോന്നിയാണെങ്കിൽ ചോദിക്കുക. ബിക്കോസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ അതിന് ചോദിക്കും. അപ്പോൾ നമുക്ക് രണ്ട് മെത്തേഡ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ആദ്യം പഠിക്കുന്ന മെത്തേഡ് ലോങ് വോൾ ഷോർട്ട് വോൾ മെത്തേഡാണ്. ഇനി ഒരു മെത്തേഡ് ഉണ്ട് സെന്റർ ലൈൻ മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ്. അപ്പോൾ രണ്ട് മെത്തേഡ് നമ്മൾ പഠിക്കണം. അപ്പോൾ കൂടുതൽ എളുപ്പം വരുന്നത് നമ്മൾ സെക്കൻഡ് മെത്തേഡാണ്. പക്ഷെ രണ്ട് മെത്തേഡ് നമ്മൾ പഠിക്കണം. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ സൂപ്പർ സ്ട്രക്ചർ. അപ്പോ ബ്രിക്ക് വർക്കിന്റെ ബ്രെഡ്ത്തും ഹൈറ്റും എന്ന് പറഞ്ഞേ ആദ്യമേ. ബ്രിക്ക് വർക്കിന്റെ ബ്രെഡ്ത്തും ഹൈറ്റും. നിങ്ങൾക്ക് സെക്ഷൻ കാണാൻ 3.5 മീറ്റർ ഹൈറ്റും ബ്രെഡ്ത്ത് ഓഫ് ബ്രിക്ക് വർക്ക് എത്രയാ? 30 സെന്റിമീറ്റർ. അപ്പൊ ബ്രെഡ്ത്തും ഹൈറ്റും നമുക്ക് സെക്ഷനിൽ നിന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ബ്രെഡ്ത്തും ഹൈറ്റും കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ബ്രിക്ക് വർക്കിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോ ബ്രിക്ക് വർക്കിന്റെ ലെങ്ത് നമ്മൾ ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. ആ സാധനം ലെങ്ത് ഈസ് ഈക്വൽ ടു എന്താ? സെന്റർ ലൈൻ ലെങ്ത് ഓഫ് ലോങ് വോൾ. ഇപ്പൊ ലോങ് ക്യാപിറ്റൽ ഡിനോട്ട് ചെയ്തത് ലോങ് വോളിന്റെ ബ്രിക്ക് വർക്കിന്റെ ലെങ്ത് ആണ്. അപ്പോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ലോങ് വോളിന്റെ ബ്രിക്ക് വർക്കിന്റെ ലെങ്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? Center line of long wall plus 1 breadth. സെന്റർ ലൈൻ ഓഫ് ലോങ് വോളിന്റെ ലെങ്ത് എത്രയാ? 5.3. ബ്രെഡ്ത്ത് എത്ര എടുക്കണ്ടേന്ന് പറഞ്ഞേ? 0.3. നമ്മുടെ ബ്രിക്ക് വർക്കിന്റെ ബ്രെഡ്ത്ത് എത്രയാണോ അതാണ് എടുക്കേണ്ടത്. 5.3 plus 0.3 is equal to 5.6 meters. ഇനി ഷോർട്ട് വോളിന്റെ ലെങ്ത് 4.3 minus 0.3. 4.3 minus 0.3 is equal to 4 meters. അപ്പൊ നമുക്ക് എന്താണ്? ലെങ്ത് കിട്ടി. അത് കണക്കിന് ബ്രെഡ്ത്തും ഹൈറ്റും എന്താണ്? നമുക്ക് ഡയറക്റ്റിനകത്തുണ്ട് 30 സെന്റിമീറ്റർ ബ്രെഡ്ത്ത് ആൻഡ് 35 മീറ്റർ 3.5 മീറ്റർ ഹൈറ്റ്. 3.5 മീറ്റർ ഹൈറ്റ്. ഇനി എന്ത് ചെയ്താൽ മതി? നമുക്ക് മെഷർമെന്റ് ഫോംസിലേക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ സൂപ്പർ സ്ട്രക്ചർ. അപ്പൊ നമുക്ക് രണ്ട് ലോങ് വോൾ ഉണ്ട്, രണ്ട് ഷോർട്ട് വോൾ ഉണ്ട്. ലെങ്ത് ഓഫ് ലോങ് വോൾ കിട്ടിയത് 5.6, ലെങ്ത് ഓഫ് ഷോർട്ട് വോൾ കിട്ടിയത് 4. ഇത് ബ്രെഡ്ത്ത് ആണ്. ബ്രെഡ്ത്ത് 0.3 രണ്ടെടുത്തും, ഹൈറ്റ് 3.5 രണ്ടെടുത്തും. എന്നിട്ട് ക്വാണ്ടിറ്റി കിട്ടാൻ 2 into 5.6 into 0.3 into 3.5. That is equal to 11.76 meter cube. ഇനി ഷോർട്ട് വോൾ ആകുമ്പോൾ 2 into 4 into 0.3 into 3.5. That is equal to 8.4 meter cube. Total quantity കിട്ടാൻ 11.76 plus 8.4. That is equal to 20.16 meter cube. 11.76 plus 8.4. That is equal to 20.16 meter cube. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ എല്ലാവർക്കും? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചേ. Yes sir.
ആർക്കും ഡൗട്ട്സ് ഒന്നുമില്ല? ഓക്കെ. അപ്പോൾ ഈ പ്രോബ്ലം ഇന്ന് തന്നെ നിങ്ങൾ നോട്ട്ബുക്കിൽ വർക്കൗട്ട് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നാളത്തേക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞ് വെച്ചിരുന്നാൽ മറന്നു പോകും, പകുതി സ്റ്റെപ്സ് മറന്നു പോകും. അപ്പോൾ ഇന്ന് തന്നെ ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം തോന്നിയാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ ഒന്നുകിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കുക. അപ്പോൾ ഇതിന്റെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചിട്ടേ അടുത്ത പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അടുത്ത പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സിംഗിൾ റൂം അല്ലേ ചെയ്തത്. അടുത്ത പ്രോബ്ലം ഞാൻ കാണിച്ചു തരാം. നമുക്ക് 2 റൂം ആയിരിക്കും ഉണ്ടാവുക. അതെ, ഈ ക്വസ്റ്റ്യൻ ഞാൻ അയച്ചുതരാം. അപ്പൊ എല്ലാവരും നോട്ട്ബുക്കിൽ വരച്ച് വെക്കുക. അപ്പൊ ചെയ്യാൻ എളുപ്പം ഉണ്ടാവും. 2 റൂമുണ്ട്. ആ 2 റൂമിൽ 2 ഡോറും 2 വിൻഡോയുടെ ഓപ്പണിങ്സും ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ അടുത്ത ദിവസം ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ. അപ്പം ഇത് അയച്ചു തരാം. നിങ്ങൾ നോട്ട്ബുക്കിൽ വരച്ച് വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഇതിനകത്ത് ക്വസ്റ്റ്യൻ മാറ്റാൻ നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ ഞാൻ തരാം. ഓക്കെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലാത്തവർക്ക് ലീവ് ചെയ്യാം. താങ്ക് യു. ക്വസ്റ്റ്യൻസ് ഞാൻ അയച്ചു തരാം. അടുത്ത ക്ലാസ്സിന്റെ ക്വസ്റ്റ്യൻ ഞാൻ അയച്ചു